ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് മാത്രം മസാലകളാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളയും അതുപോലെ തന്നെ ഒരു കപ്പ് അളവിൽ ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചെറിയുള്ളിയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാതി വഴണ്ടിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിവിടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില കുറച്ച് കൂടിയാലും ഒരു കുഴപ്പമില്ല, വളരെ നല്ലൊരു ഫ്ലേവർ അല്ലേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കേണ്ടത്. ഇനി നമുക്ക് ചിക്കനൊക്കെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലിട്ടിട്ടാണ് നമ്മൾ ഇവിടെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3/4 കിലോയോളം ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോൺലെസ് ഒന്നും അല്ല കേട്ടോ, എല്ലാ പീസും മിക്സഡ് ആണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചിക്കൻ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. ചിക്കൻ്റെ ആ ഒരു ഇതിൽ തന്നെ ചിക്കൻ വെന്ത് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാം ചിക്കൻ ആവശ്യമായിട്ടുള്ളത്. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക്, പിന്നെ അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല ജീരകമാണ് എടുത്തേക്കണം. അപ്പോൾ നല്ല ജീരകം ഇതിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാട്ടോ എപ്പോഴും ചിക്കൻ കറിക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ലൊരു ഫ്ലേവർ വരുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ചൂടോടുകൂടി തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഫൈൻ പൗഡറായിട്ടൊന്നും പോകരുത്. ഇതുപോലെ ചെറിയൊരു തരിതരിപ്പോടുകൂടെ പൊടിച്ചെടുക്കുക, എന്നാലാണ് ആ ഗ്രേവിക്ക് കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് പാതി വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടിയൊക്കെ സ്പൈസി വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് പച്ചമുളകും കൂടി കയറിയിടാം കേട്ടോ അതിലേക്ക്. പിന്നെ ഞാൻ ഇവിടെ പൊടിച്ച ആ ഒരു പൊടി 2 പാർട്ടായിട്ടാണ് ഇട്ടത്. ഞാൻ ആവശ്യമുള്ളത് മാത്രം ഇട്ടതാണ്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ തോന്നി ഫുള്ളായിട്ട് ഇടാൻ കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ട് ഇനി ബാക്കിയുള്ള ഒരു വേവും കൂടെ ഈ ഒരു മസാലയിൽ കിടന്നിട്ടാണ് ചിക്കൻ വെന്ത് കിട്ടുന്നത്. ഇനി നല്ല ചിക്കൻ വെന്ത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് കഴിയുമ്പോൾ ഇതുപോലെ ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചിക്കനിലേക്ക് പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ചിക്കനൊക്കെ കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ലൈക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കാം. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.